സഹജീവികൾ ഞങ്ങൾക്ക് കാഫിറുകളല്ല. സഹജീവികൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ്. നൃത്തം കഴിഞ്ഞ ദിവസം വളരെ മനോഹരമായ ഒരു മതപരിവർത്തനം കാണാനിടയായി. ഒരു മുസ്ലിം ഫാമിലി ഇസ്ലാം മതം ഉപേക്ഷിച്ച് കൂട്ടത്തോടെ ഹൈന്ദവ മതത്തിലേക്ക് മാറി എന്നാണ് ആ വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. നല്ല കാര്യം. നമ്മുടെ നാട്ടിൽ ഏതൊരാൾക്കും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും സ്വീകരിച്ച മതം ഉപേക്ഷിക്കാനുമൊക്കെയുള്ള ഫണ്ടമെന്റൽ റൈറ്റ്, പൗരാവകാശം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട്. ആ മതപരിവർത്തനത്തെ മനോഹരമായ മതപരിവർത്തനം എന്ന് ഞാൻ വിശേഷിപ്പിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, അവിടെ നല്ല ശാന്തവും സമാധാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള പോർവിളികളോ വെല്ലുവിളികളോ പോലീസിന്റെ അകമ്പടിയോ കോടതിയുടെ ഇടപെടലോ മറ്റ് ബാഹ്യശക്തികളുടെ സാന്നിധ്യമോ ഒന്നുമില്ലാതെ വളരെ ശാന്തവും സൗമ്യവുമായ അന്തരീക്ഷത്തിൽ നിറഞ്ഞ ഒരു മതപരിവർത്തനമായിരുന്നു. ആഹാ, കണ്ണിന് കുളിർമയേകുന്ന ഇത്രയും മനോഹരമായ ഒരു മതപരിവർത്തനം വർത്തമാനകാല ഇന്ത്യയിൽ നമുക്ക് എവിടെയെങ്കിലും കാണാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. പക്ഷേ അതിനൊരു നിബന്ധനയുണ്ട്. മതം മാറുന്നത് ഇസ്ലാം മതത്തിലേക്കോ ഹൈന്ദവ മതത്തിലേക്കോ ക്രൈസ്തവ മതത്തിലേക്കോ ആവാൻ പാടില്ല, മറിച്ച് സംഘപരിവാർ മതത്തിലേക്കായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ശാന്തവും സമാധാനവുമായ ഒരു അന്തരീക്ഷം കളിയാടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ വൈക്കം എന്ന് പറയുന്ന സ്ഥലത്ത് ഹാദിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഹൈന്ദവ മതം ഉപേക്ഷിച്ച് ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നു. അതിനെ തുടർന്നുണ്ടായ പുകിലുകളും വാർത്തകളും വെല്ലുവിളികളും ഒക്കെ നമ്മൾ കണ്ടതാണ്. പ്രായപൂർത്തിയായ ആ പെൺകുട്ടി അവൾക്ക് ഇഷ്ടപ്പെട്ട പുരുഷനെ വിവാഹം ചെയ്തതുപോലും നമ്മുടെ ഹൈക്കോടതി റദ്ദ് ചെയ്തു. കേവലം വൈകാരികമായ ഇടപെടലുകളിൽ നമ്മുടെ കോടതി പോലും സ്വാധീനിക്കപ്പെട്ടു എന്നുള്ളതായിരുന്നു സത്യം. അതോടെ നീതി നിഷേധിക്കപ്പെട്ട വിദ്യാസമ്പന്നയായ ആ പെൺകുട്ടി വീട്ടിൽ തടവിലാക്കപ്പെട്ടു. ഇതിനിടയിൽ രാപ്പകലെന്നില്ലാതെ പോലീസിന്റെ അനുമതിയോടുകൂടി പല മാന്യന്മാരും ഹാദിയയുടെ വീട്ടിൽ കയറി ഇറങ്ങി അവളെ പഴയ മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള സർവ്വതന്ത്രങ്ങളും പയറ്റിക്കൊണ്ടേയിരുന്നു. പക്ഷേ അപ്പോഴേക്കും അവരെ എല്ലാം നിരാശപ്പെടുത്തിക്കൊണ്ട് ഹാദിയ ഹിദായത്തിന്റെ പ്രകാശത്തിൽ മുങ്ങിക്കുളിച്ചിരുന്നു. അവസാനം സുപ്രീം കോടതിയിൽ നിന്നാണ് ആ പെൺകുട്ടിക്ക് നീതി ലഭിച്ചത്. ഇന്നവൾ മുസ്ലിമായി അന്തസ്സോടെ അഭിമാനത്തോടെ ഒരു കുടുംബമായി ജോലി ചെയ്ത് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. എവിടെയും ആ കുട്ടി ആടിനെ മേയ്ക്കാനും പോയിട്ടില്ല, പശുവിനെ മേയ്ക്കാനും പോയിട്ടില്ല, ഒരു തീവ്രവാദ പ്രവർത്തനങ്ങളിലും പങ്കാളിയായിട്ടില്ല. ഇനി മനോഹരമായ ആ മതപരിവർത്തനത്തിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള വെറൈറ്റിയിലുള്ള ഈ സത്യവാചകം ചൊല്ലിക്കൊടുക്കൽ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും പുരാതനമായ സനാതന ഹിന്ദു ധർമ്മത്തിന്റെ വിശ്വാസികളാണ്. ഞങ്ങൾ ജീവികൾ ഞങ്ങൾക്ക് കാഫിറുകളല്ല. സഹജീവികൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ്. അവിടെ ഒരു പ്രശ്നമുണ്ട്. ആ സഹജീവി സ്നേഹം എന്ന് പറഞ്ഞിടത്തൊരു വലിയ പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മൾ കുറച്ച് വർഷം പുറകോട്ട് സഞ്ചരിക്കണം. കൃത്യമായി പറയുകയാണെങ്കിൽ 2016 നവംബർ 19 തിരൂരിൽ വെച്ച് കൊടിഞ്ഞി ഫൈസൽ എന്ന യുവാവ് RSS പ്രവർത്തകരാൽ നിഷ്കരുണം കൊല ചെയ്യപ്പെട്ടു. അതിന്റെ കാരണം അനിൽകുമാർ എന്ന ഹൈന്ദവ സഹോദരൻ മതം ഉപേക്ഷിച്ച് ഫൈസൽ എന്ന പേരോടെ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നുള്ളതായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ചൊല്ലിക്കൊടുത്ത ഈ വെറൈറ്റി സത്യവാചകത്തിൽ പറയുന്ന സഹജീവി സ്നേഹം അപ്പോഴെവിടെയായിരുന്നു? അനിൽകുമാർ എന്ന ഫൈസൽ നിങ്ങൾക്ക് സഹജീവി ആയിരുന്നില്ലേ? നിങ്ങൾക്ക് സഹോദരനായിരുന്നില്ലേ? പൂക്കളിലും പുഴകളിലും മിണ്ടാപ്രാണികളിലും ദൈവഭാവം ദർശിക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മനുഷ്യരെ സഹജീവികളായി കാണാൻ കഴിയാത്തത്? മറ്റു മതവിശ്വാസികളെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സഹോദരങ്ങളായി കാണാൻ കഴിയാത്തത്? ഇനി മറ്റൊരു കാര്യം, ഈ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നയാൾ ഒരു ഹൈന്ദവ മതപണ്ഡിതനോ അല്ലെങ്കിൽ ഹൈന്ദവ ജീവിത ദർശനങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായ കാഴ്ചപ്പാടോ അറിവോ ഇല്ലാത്ത ഒരാളാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ കാരണം സത്യവാചകം ചൊല്ലിക്കൊടുക്കുമ്പോൾ അദ്ദേഹം നടത്തിയ കാഫിർ എന്ന പദപ്രയോഗമാണ്. പുതുതായി മതത്തിലേക്ക് വരുന്നവരുടെ ഉള്ളിൽ പോലും അപരമത വിദ്വേഷം കുത്തി നിറയ്ക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിൽ നിന്നും മനസ്സിലാക്കാം ഇത് ആരുടെ മതമാണെന്നും അവരുടെ പ്രത്യശാസ്ത്രം എന്താണെന്നും ഈ മതം മാറ്റൽ ചടങ്ങ് എവിടെയാണ് നടന്നതെന്നുമൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതൊരു മതത്തിനും വിശ്വാസധാരകൾക്കും അതിൻ്റെതായ ആത്മസൗന്ദര്യവും സൗരഭ്യവും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ മതപരിവർത്തനത്തിന് വിധേയരായവർ മുസ്ലിങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
ഇനി മുസ്ലിങ്ങളാണെങ്കിൽ തന്നെ സ്വന്തം മതത്തിന്റെ സൗന്ദര്യം തിരിച്ചറിയാൻ കഴിയാതെ പോയത് അവരുടെ മാത്രം അറിവില്ലായ്മയും കഴിവുകേടുമാണ്. ആമ്പൽക്കുളത്തിൽ ആമ്പൽപ്പൂവിന്റെ തൊട്ട് താഴെ വസിക്കുന്ന തവളകൾക്ക് ആമ്പൽപ്പൂവിന്റെ സുഗന്ധം ശ്വസിക്കാൻ കഴിയാതെ പോകുന്നത് അവയ്ക്ക് തരിമൂക്കില്ലാത്തത് കൊണ്ടാണ്. ഒരു വിഭാഗം ആളുകൾ എല്ലാ മതത്തിലുമുണ്ട്. അവർ ആ മതത്തിൽ ജനിക്കുകയോ ജീവിക്കുകയോ നാമധാരികളായി കഴിയുകയോ ചെയ്യുന്നു എന്നതിനപ്പുറം ആ മതത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ദർശനങ്ങളോ അതനുസരിച്ച് ജീവിക്കുകയോ ചെയ്യാൻ അവർ തയ്യാറാവാറില്ല. അതുകൊണ്ട് അവർ ഏത് സമയവും ഏത് മതത്തിലേക്ക് വേണമെങ്കിലും തിരിയുകയോ മറിയുകയോ ചെയ്യാം. അങ്ങനെയുള്ളവർ ജീവിതത്തിൽ ഒരിക്കലും ട്യൂബ് ലൈറ്റ് കണ്ടിട്ടില്ലാത്തവരായിരിക്കും. അതുകൊണ്ട് തന്നെ അവരെ വാഴപ്പിണ്ടി കാണിച്ച് കബളിപ്പിക്കാനും എളുപ്പമാണ്. ഏതായാലും ഇസ്ലാം മതം ഉപേക്ഷിച്ച് സംഘപരിവാർ മതം സ്വീകരിച്ച ആ മനുഷ്യരെ കാത്തിരിക്കുന്നത് നിരന്തരം കോയാവിളികൾ എന്നൊക്കെയുള്ള അപമാനങ്ങളും ആക്ഷേപങ്ങളുമായിരിക്കും. അതിലൊന്നും തളരാതെ പിടിച്ചു നിൽക്കാനുള്ള മനോധൈര്യം അവർക്കുണ്ടാവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി.